ഞാന് സത്യം പറഞ്ഞാല് വരച്ചിട്ട് വർഷങ്ങളായി. ഓ 40 കൊല്ലത്തിൽ മേതെയായി ഉണ്ടാവും വരച്ചിട്ട്. ഡ്രോയിങ് ക്ലാസ്സിന് ചേരണമെന്നൊക്കെ, പക്ഷെ ജോലി തിരക്കും കുടുംബവും അറിയാലോ. അതൊക്കെ കാരണം പല സാഹചര്യം സമ്മതിച്ചില്ല. പിന്നെ റിട്ടയർ ആയിട്ട് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് പോയി പഠിക്കാൻ, പക്ഷെ വിചാരിച്ച പോലെ നടന്നില്ല. അങ്ങനെ ഡ്രോപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ പരസ്യം ഫേസ്ബുക്കിൽ കാണുന്നത്. ഫേസ്ബുക്കിൽ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തു. ഉം. പക്ഷെ എന്നിട്ടും ഒരു സംശയമായിരുന്നു. ഓൺലൈനെ പലരോടും ചോദിച്ചപ്പോ ഓൺലൈനായിട്ട് ഡ്രോയിങ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം പലരും പറഞ്ഞു. അപ്പൊ എനിക്കും ഒരു പൈസയും കൊടുത്തിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും. പലരും പല തട്ടിപ്പും ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് നടക്കുമോ എന്നൊക്കെ സംശയം പറഞ്ഞു. പലരും പലരും പിന്നോട്ട് വലിക്കാനാണ് സത്യം പറഞ്ഞാൽ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു പൂവ് ചോദിച്ചിട്ട് ഒരു പൂങ്കാവനം കിട്ടിയ ഒരു പ്രതീതിയാണ്. ഉം. ഒരു ചെറുതായിട്ടൊന്ന് വരയ്ക്കണം എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വളരെ നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് സാറിന് നൂറ് നൂറ് നന്ദി. മനസ്സിന്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ചേർന്നത്. അത് എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം നേടിയെടുത്ത ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ. ജന്മനാ ഉള്ള ഒരു കഴിവ് മാത്രമാണ് എന്ന് പറഞ്ഞവരോട് ജന്മനാ കഴിവുണ്ടോന്ന് എനിക്കേ അറിയില്ല. ആഗ്രഹമുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കഴിവുണ്ടോന്ന് എനിക്കേ അറിയില്ല. ഉം. അപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹമുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രഹം മാത്രം പോരാ, നല്ലൊരു ഗുരുവിനെ കിട്ടണം, ആ ഗുരു പറഞ്ഞ പോലെ അനുസരിക്കണം. ഇത്രയും ഉണ്ടായാൽ നമുക്ക് സാധിക്കും. അത് മാത്രം ചിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആർട്ടിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ശശികല മാം ഉണ്ട്. അപ്പോൾ മാം ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ആക്ഷൻസ് എടുത്തിട്ടാണ് ആർട്ടിൽ ഒരു കോൺഫിഡൻസ് നേടിയെന്നും ആർട്ടിൽ ഒരു ഇംപ്രൂവ്മെന്റ് വന്നതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ്, കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മുടെ ആയിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് എവിടെ നിന്ന് വരുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. വടക്കഞ്ചേരിയിൽ കമ്മാന്ത്ര എന്ന് പറയും ലോക്കൽ സ്ഥലം. അവിടെ മദർ തെരേസ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. HM ആയിട്ട് റിട്ടയർ ആയി. 2016 റിട്ടയർ ആയതാണ്. അതിനു മുമ്പ് തന്നെ വലിയ താല്പര്യമായിരുന്നു ഡ്രോയിങ് ക്ലാസ്സിന് ചേരണമെന്നൊക്കെ, പക്ഷെ ജോലി തിരക്കും കുടുംബവും അറിയാലോ. അതൊക്കെ കാരണം പല സാഹചര്യം സമ്മതിച്ചില്ല. പിന്നെ റിട്ടയർ ആയിട്ട് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് പോയി പഠിക്കാൻ, പക്ഷെ വിചാരിച്ച പോലെ നടന്നില്ല. അങ്ങനെ ഡ്രോപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ പരസ്യം ഫേസ്ബുക്കിൽ കാണുന്നത്. ഫേസ്ബുക്കിൽ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തു. പക്ഷെ എന്നിട്ടും ഒരു സംശയമായിരുന്നു. ഓൺലൈനെ പലരോടും ചോദിച്ചപ്പോ ഓൺലൈനായിട്ട് ഡ്രോയിങ് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം പലരും പറഞ്ഞു. അപ്പൊ എനിക്കും പൈസയും കൊടുത്തിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും. പലരും പല തട്ടിപ്പും ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് നടക്കുമോ എന്നൊക്കെ സംശയം പറഞ്ഞു. പലരും പിന്നോട്ട് വലിക്കാനാണ് സത്യം പറഞ്ഞാൽ ശ്രമിച്ചത്. അപ്പൊ ഞാൻ മക്കളോട് ചോദിച്ചു. അപ്പൊ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്നോ, നോക്കാലോ, എന്തായാലും ശ്രമിക്കാലോ. നമ്മുടെ ആഗ്രഹമല്ലേ, കുറേ കാലമായിട്ട് ഞാൻ പറയണതാണ്, അവരോടും പറയും. എനിക്ക് ഡ്രോയിങ്ങിന് ചേരണം, എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഒന്ന് ചേർന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഞാൻ രണ്ടാമതും വാട്സപ്പ് ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു പൂവ് ചോദിച്ചിട്ട് ഒരു പൂങ്കാവനം കിട്ടിയ ഒരു പ്രതീതിയാണ്. ഒരു ചെറുതായിട്ടൊന്ന് വരയ്ക്കണം എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വളരെ നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് സാറിന് നൂറ് നൂറ് നന്ദി. സത്യം പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ അതേപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതേപോലെ ഫോളോ ചെയ്ത് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 1 മണിക്കൂർ എന്തായാലും ഡ്രോയിങ് എന്തെങ്കിലും വരയും. നന്നായാലും നന്നായില്ലെങ്കിലും ലൈൻസ് ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ച് അങ്ങനെ വരച്ച് ഈ കോൺഫിഡൻസ് അച്ചീവറിനെ നേരത്തെ എനിക്ക് ശ്രമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് സ്വയം ഒന്നുകൂടെ ഞാൻ കോൺഫിഡന്റ് ആണ് തോന്നട്ടെ, എന്നിട്ടേ ഞാൻ അപ്ലൈ ചെയ്ത് പോയിട്ടാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഓൺലൈനായിട്ട് ആർട്ട് പഠിക്കുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുമല്ലോ, ഇതൊന്നും പഠിക്കാതെ, ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ വരയ്ക്കാൻ ശ്രമിക്കുമല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ ആർട്ട്, നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരുന്നത്? ഞാന് സത്യം പറഞ്ഞാല് വരച്ചിട്ട് വർഷങ്ങളായി. ഓ 40 കൊല്ലത്തിൽ മേതെയായി ഉണ്ടാവും വരച്ചിട്ട്.
പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് എക്സിബിഷൻ, മാത്സ് എക്സിബിഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കുന്നല്ലാതെ നല്ലൊരു ചിത്രം വരച്ചിട്ടില്ല. അത് ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ ആഗ്രഹിക്കും. ഓരോരുത്തരും ഇത് എങ്ങനെ വരിക, ഇതൊക്കെ ജന്മനായുള്ള കഴിവാണ്, ആവില്ല എന്നുള്ള ഒരു വിചാരമായിരുന്നു. അങ്ങനെ എന്നാലും മനസ്സിന്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ചേർന്നത്. അത് എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം നേടിയെടുത്ത ഒരു സന്തോഷമുണ്ട് ഇപ്പോ. ഓൺലൈൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുത്ത സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? നന്നായി ചിത്രം വരക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ചിത്രം കണ്ടിട്ട് കുറച്ചു പേര് അംഗീകരിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജന്മനാ ഉള്ള ഒരു കഴിവ് മാത്രമാണ് എന്ന് പറഞ്ഞവരോട് ജന്മനാ കഴിവുണ്ടോന്ന് എനിക്കേ അറിയില്ല. ആഗ്രഹം ഉണ്ടെന്നുള്ള അല്ലാതെ അങ്ങനെ ഒരു കഴിവുണ്ടോന്ന് എനിക്കേ അറിയില്ല. അപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹമുള്ളവർക്ക് സാധിക്കുന്ന ആളാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രഹം മാത്രം പോരാ, നല്ലൊരു ഗുരുവിനെ കിട്ടണം, ആ ഗുരു പറഞ്ഞ പോലെ അനുസരിക്കണം. ഇത്രയും ഉണ്ടായാൽ നമുക്ക് സാധിക്കും. അത് മാത്രം ചിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലും എനിക്ക് നല്ല മാറ്റം വന്നു. ഞാൻ റിട്ടയർ ആയപ്പോ തൊട്ട് വിചാരിക്കണാണ് എക്സസൈസ് ചെയ്യാൻ, ദിവസം വിചാരിക്കും നാളെ നാളെ നാളെ. ഇപ്പൊ കൃത്യമായിട്ട് രാവിലെ എണീച്ച് 5 മണിക്ക് പോവും, 6 മണി വരെ നടന്നിട്ട് വരും. അങ്ങനെയുള്ള ഒരു ചിട്ടയൊക്കെ വന്നു. ഹെൽത്തിൽ തന്നെ നല്ല വ്യത്യാസം വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പിന്നെ പല സോഷ്യൽ ആക്ടിവിറ്റീസ് ഞാൻ ഇതുപോലെ 1-to-1 ചെയ്യുമ്പോഴേ കുറെ സ്റ്റുഡൻസ് ഇതുപോലെ ആർട്ട് മാത്രമല്ല അവരുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം, എങ്ങനെയാണ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയത്? ആ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ വരണമല്ലോ. ഇപ്പൊ ആരോഗ്യമാണെങ്കിലും ഡെയിലി നടക്കാൻ പോകുന്നതാണെങ്കിലും നമുക്ക് സ്വയം ഒരു തോന്നൽ വരണ്ട, എനിക്ക് ഡെയിലി നടക്കാൻ പോകണം. അപ്പൊ ഈ 1-to-1 എല്ലാവരും ഒരേപോലെ പറയുന്നൊരു കാര്യം, ലൈഫിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആയി, വെൽനെസ് വന്നു എന്നൊക്കെ. അപ്പൊ നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് ആ ഒരു വെൽനെസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാവോ? വെൽനെസിന്റെ ആ ക്ലാസ് കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നും, ഇത്ര ചെറുപ്പമായിട്ടുള്ള സാറ് എന്തൊക്കെയോ വേണ്ട വെച്ചിട്ട് ഇത്രയും ഹൈറ്റ്സിൽ എത്താൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളൊരു ഗുരുവായിരിക്കുമ്പോ പറയുന്ന പോലെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമെന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പൊ ചെയ്യാതിരിക്കണത് സാറിനോട് ചെയ്യണ ഒരു അനീതിയാണെന്നും കൂടെ തോന്നും. അപ്പൊ നാളെ നാളെ എന്ന് വെച്ചത് ഇന്ന് നാക്കാൻ തുടങ്ങി. അതാണ് സത്യം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കോഴ്സിൽ കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, റെക്കോർഡർ കോഴ്സ് ഉണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ട്, മാരത്തോൺ ഉണ്ട്. ലാസ്റ്റ് ടൈം മാം നമ്മുടെ ഓഫ്ലൈൻ ഇവന്റിൽ വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യം പറയാൻ പറഞ്ഞ എന്തൊക്കെ പറയും? എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാവോ? എനിക്ക് വീക്കിലി മീറ്റിംഗ് ഇഷ്ടമാണ്. അത് നല്ലൊരു മോട്ടിവേഷനാണ്. ഓരോ ആഴ്ചക്കുള്ള ഒരു ബൂസ്റ്റിംഗ് ആണ്. ഒരു 7 ദിവസത്തേക്കുള്ള ഒരു എനർജി കിട്ടും. സാറെ കണ്ട് സാറിന്റെ വർത്താനം കേട്ട് അതൊന്ന്. പിന്നെ മാരത്തോൺ നല്ല ഇഷ്ടമാണ്. 2 മാരത്തോണിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്ത് വയ്യെങ്കിലും അത് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഇന്നലെ എനിക്ക് ചിത്രം വരയ്ക്കാൻ തീരെ വയ്യായിരുന്നു. ഇന്നിപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. പനിയൊക്കെ ആയിരുന്നു, ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഞാനത് വളരെ നന്നായില്ല, എനിക്ക് തന്നെ തോന്നി എന്തൊക്കെ തെറ്റുണ്ട്. എന്നാലും അത് ഞാൻ രാത്രി ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അത് രണ്ടും വളരെ ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്, ഏതാണെന്ന് പറയാനില്ല. എല്ലാ കോഴ്സുകളും അതുപോലെ ഓൺലൈൻ A to Z ക്ലാസ് ഫുള്ള് 26 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് പല പ്രാവശ്യം ഞാൻ ചെയ്തു, ഒരു പ്രാവശ്യമല്ല, ചില ചാപ്റ്റേഴ്സ് പല പ്രാവശ്യം ചെയ്തു. അതിൽ തന്നെ എനിക്ക് പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത് ഒട്ടും അറിയാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ ആൾക്കാർ വരയിടെന്ന് മറ്റും നോക്കി നിന്നുണ്ട് ഞാൻ. അപ്പൊ അതിന്റെയൊക്കെ നല്ലൊരു ഐഡിയ കിട്ടാൻ വളരെ സഹായിച്ചു. ആ കോഴ്സൊക്കെ നല്ലതായിരുന്നു. എല്ലാ കോഴ്സും നല്ലതാണ്. പിന്നെ അതിലെ 26 ചാപ്റ്ററാണ് എത്തിയത്. ബാക്കിയുള്ളതെല്ലാം ബ്രാൻഡിങ് അങ്ങനെയുള്ള നോക്കിപ്പോയി. അപ്പോ ആ കാര്യത്തിലേക്ക് ഞാൻ കടന്നില്ല. അതുവരെയുള്ള കോഴ്സ് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കളറുകാണ് കൂടുതൽ. ഡ്രോയിങ്ങിനേക്കാളും ഇഷ്ടം എനിക്ക് പെയിന്റിങ്ങും ഒക്കെയാണ്. അത് ചെയ്യണം എന്നുണ്ട്, അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം ഇപ്പൊ ഇതുവരെ വരച്ച ചിത്രങ്ങളൊന്ന് ഞാനൊന്ന് എടുത്തു നോക്കാം കേട്ടോ. ഇതിപ്പോ നമ്മുടെ മാരത്തോണിൽ വെച്ച് വരയ്ക്കുന്നല്ലേ? ഇന്നലെ വരച്ചതാണ് അത്. നമ്മുടെ ലാസ്റ്റ് മാസ്റ്റർ പീസ് ചെയ്തല്ലേ? അതെ അതെ.
കളർ പെൻസിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം. ഏതാ കൂടുതൽ ഇഷ്ടം, പെയിന്റിംഗ് ആണോ ഡ്രോയിങ് ആണോ? ഇപ്പൊ ഡ്രോയിങ് ഇഷ്ടമായി. പെയിന്റിങ് ആയിരുന്നു പണ്ട് ഇഷ്ടം. ഇപ്പൊ ഇപ്പൊ വരച്ച് വെച്ച് ഡ്രോയിങ്ങിനോട് ഇഷ്ടം തുടങ്ങി. എന്തായാലും ഡ്രോയിങ് നല്ലോണം ആയിട്ട് പെയിന്റിങ് തുടങ്ങുള്ളൂ എന്നിട്ടാണ് നമ്മുടെ തീരുമാനിച്ചിരിക്കുന്നത്. ഡ്രോയിങ് കറക്റ്റ് ആയി കഴിഞ്ഞാലേ പെയിന്റിങ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ശരിയാവും. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഡ്രോയിങ് കറക്റ്റ് ആക്കാതെ പെയിന്റിങ്ങിലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഷേപ്സും ചെയ്യുന്ന ഷെയ്ഡും ഒക്കെ ഡിഫറൻസ് വരും. ഞാൻ ഏറ്റവും ആദ്യം വരച്ച ചിത്രം നോക്കട്ടെ കേട്ടോ. കോയിനൊക്കെ ആദ്യം വരച്ച് ഉം. ഇതാണ് തുടക്കത്തിൽ വന്ന സമയത്ത് വരച്ചല്ലേ. ആ ആ ഇപ്പൊ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. വന്ന സമയത്ത് നമ്മൾ ആ വരയ്ക്കുമ്പോൾ ആ വലിയ ഓക്കെ. ഷേപ്പ് ഡിഫറൻസുകൾ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ പതിയെ ഇമ്പ്രൂവ് ചെയ്തു. കോയിനൊക്കെ വരുമ്പോ എനിക്ക് ഷെയ്ഡൊന്നും എന്താന്ന് അറിയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് നമുക്ക് ഷെയ്ഡ് അറിയാതെ ചെയ്യും. എല്ലാ ബിഗിനേഴ്സിനും ഉണ്ടാകും ഉം. പ്രശ്നം. അതെന്താണ് മെത്തേഡ് എന്ന് അറിയാതെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എത്ര ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ നോക്കി ലാസ്റ്റ് ഒക്കെ വന്ന സമയത്ത് മെത്തേഡ് പഠിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഹാച്ചിങ് മെത്തേഡ് ഒക്കെ പഠിക്കുന്ന സമയത്തെ യെസ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. ഗുഡ്. ഇത്തവണത്തെ മാസ്റ്റർ പീസ് എന്താ മനസ്സിലുള്ള, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാന് പോർട്രേറ്റ് ആഗ്രഹമുണ്ട്. പോർട്രേറ്റ് എനിക്ക് ഇത്തിരി വിഷമമുള്ള സബ്ജക്റ്റാണ്. ഉം. എത്ര നോക്കിയിട്ടും ഫ്രീ ഹാൻഡ് കൊണ്ട് ഫേസ് ഇങ്ങനെ ഷേപ്പ് ഒന്നും അത്ര ശരിയാവുന്നില്ല. ഉം. അപ്പൊ അതൊന്ന് ശ്രമിക്കണം എന്നുണ്ട്. ശരിയാവുന്ന അറിയില്ല. ആനിമൽസും ബേർഡ്സ് ഒക്കെ എനിക്ക് കുറച്ച് എളുപ്പമാണ്. ഉം. ലാൻഡ്സ്കേപ്പ് ഒക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. ശരിയായി വരുന്നുണ്ട്. പക്ഷെ പോർട്രേറ്റ് ആണ് അറിയാത്തല്ലേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു 1 ഇയർ ഗോൾ എന്താ ആർട്ടിലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വലിയ എയിമില്ല. എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ആഗ്രഹം ഒരു എക്സിബിഷൻ നടത്തണം എന്നുണ്ട്. എക്സിബിഷൻ. കുറച്ച് കുട്ടികൾ എന്റെ കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഫീസ് പഠിച്ചിട്ടൊന്നുമല്ല, അവരുടെ സന്തോഷം എന്റെ സന്തോഷവും. ചുറ്റുമുള്ള കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരെയും വെച്ചിട്ട് ഞാനും വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തണം, ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ എന്നൊരാഗ്രഹമുണ്ട്. അതാണ് വീട്ടിൽ ആഗ്രഹം. പിന്നെ തന്നെയാണോ നല്ല ക്ലാസ് നല്ല എടുക്കുന്നത്? ചിത്രങ്ങൾ വരയ്ക്കണം. അത് കാണാനും അംഗീകരിക്കാനും ആളുണ്ടാവണം. ആണ് പ്രധാനപ്പെട്ട ആഗ്രഹം. വീട്ടിൽ തന്നെയാണോ ആർട്ട് ക്ലാസ് എടുക്കുന്നത്? വീട്ടിൽ തന്നെ. ഞാൻ മുമ്പ് ട്യൂഷൻ എടുത്തിരുന്നു, ഇപ്പോഴും എടുക്കുന്നുണ്ട്. മറ്റേ സബ്ജക്റ്റ് മാത്സ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഞാൻ വരച്ചത് കണ്ടിട്ട് വരട്ടെ ചോദിച്ചിട്ട് വന്ന കുട്ടികളാണ് കുറച്ച് പേര്. അപ്പൊ ഞാൻ ഫീസ് ഒന്നും മേടിക്കാതെ ഫ്രീ ആയിട്ട് എന്റെ ഒരു സന്തോഷത്തിന്, അവരുടെയും സന്തോഷത്തിന് പഠിപ്പിക്കണമെന്ന് മാത്രം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറ് പറയൂ, ഇനി എന്തൊക്കെ ചെയ്യണ്ട് മാറ്റങ്ങൾ വരച്ചതില്. ഇനി നമുക്ക് ഇപ്പം മാരത്തോണിലുണ്ടല്ലോ, ഈ ആ, മാരത്തോൺ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓഫ്ലൈൻ അതെ, ഇവന്റിലുള്ളവരാണ് ഇന്നത്തെ ക്ലാസ് മാരത്തോണിലുള്ളത്. ഞാൻ കേട്ടു. അത് ചെയ്തിട്ടില്ല. അപ്പൊ ഈ മാരത്തോണിൽ ചെയ്യുന്ന ആർട്ട് വർക്ക്സ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആൻഡ് അതിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ ചെയ്യാം. ലാസ്റ്റ് ടൈം ഡ്രോയിങ് ആയിരുന്നു. ഇപ്പൊ മാമിന് ഇഷ്ടമുള്ള പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിംഗ് ചെയ്യാം. ഡ്രോയിങ് ഓർ പെയിന്റിംഗിൽ ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. 10 ദിവസത്തിനുള്ളിൽ എനിക്ക് പെയിന്റിങ് ആവുമോ? കുറച്ച് ദിവസമല്ലേ ഉള്ളൂ മാരത്തോണ് നമുക്ക് ടൈം ഉണ്ട്. ടൈം ഉണ്ട്. ഏപ്രിൽ അല്ല, 27 തീയതി. എന്താണ്, ജൂലൈയോ? അല്ല, ഏപ്രിൽ. പറഞ്ഞല്ലോ ഏപ്രിൽ. അതെ അതെ. ഏപ്രിൽ 25 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 27 വരെ നമുക്ക് ടൈം ഉണ്ട്. ഏപ്രിൽ 27. എന്നാലും
അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വേണമെങ്കിൽ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് മീറ്റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഉം. ഞാൻ ഫുള്ളി ഫോക്കസ്ഡ്, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് അവിടെ വരുന്നവരുടെ കയ്യിൽ അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് തന്നെ ആയിരിക്കണം. വേറെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അതിന് വേണ്ടത് എന്താണ് നമുക്ക് ആ കാര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റും. അപ്പൊ ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡ്രോയിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ക്ലാസ് കഴിയുമ്പോൾ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ പോകും. പിന്നെന്താ, പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ? ഇനി നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ, സ്റ്റുഡൻസിന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ. 10% പെർഫെക്റ്റ് ആണ്. ഞാൻ എന്താ പറയാ, സാറിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. താങ്ക് യു. സന്തോഷം കൊണ്ട് കണ്ണു നിറയെ അറിയില്ല, അതാണ് അവസ്ഥ. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടായത് അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യം. ചിത്രമൊന്നും കാണണ്ട എന്റെ, ചിത്രം കാണിച്ചോ? ഞാൻ കണ്ടതാണല്ലേ. കാണിച്ചോ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചോ. കയ്യില് ഞാൻ അതന്നെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് തന്നെ വെച്ചുള്ളൂ. യെസ്, ഗുഡ്, നന്നായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം വീണ്ടും ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആക്കാൻ പറ്റൂലേ? അന്ന് ഓഫ്ലൈൻ ഡിവിഡിൽ കുറെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവില്ല, കുറെ പേരായിട്ട്. അതെ അതെ, അന്ന് എങ്കിലും ഇത് വരച്ചിട്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നന്നായിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറെ പേര്. അതെ അതെ, കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം, എനിക്ക് ഇത്ര നന്നായി വരയ്ക്കാൻ പറ്റിയോന്ന്. അത് നമുക്ക് ഒരു മാസ്റ്റർ പീസ് ആണെങ്കിൽ ഒരു പുഷ് കിട്ടണം. നമുക്ക് അതാ പറഞ്ഞേ, നമ്മുടെ കഴിവുകൾ നമ്മളാണ് കുറച്ച് കാണുന്നത്. അപ്പൊ ആ ഒരു പുഷ് മാരത്തോണിൽ വന്നു, നമ്മളറിയാതെ അതിന്റെ അവിടെ നിന്ന് മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു, ഓഫ്ലൈൻ ഇവന്റിലോട്ട് വന്നു. അപ്പൊ നമ്മളറിയാതെ ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് അതാ, നമ്മുടെ സ്റ്റുഡൻസ് അറിയാതെ ഞാൻ ത്രൂ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസ് ത്രൂ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ത്രൂ അല്ലെങ്കിൽ കോഴ്സ് ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ പുഷ് ചെയ്യപ്പെടും, മാസ്റ്റർ പീസിലോട്ട് എത്തും. വൺസ് ഒരു മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സ്പെക്ടേഷൻ എന്തായാലും സ്റ്റുഡൻസിന്റെ കൂടുതലായിരിക്കും. പിന്നെ അവർ ആ ട്രാക്കിൽ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. അപ്പൊ അടുത്ത ആർട്ട് വർക്ക് ഇതിനേക്കാളും നമുക്ക് ബെറ്റർ ആക്കാം. പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിംഗ് ചെയ്യാം, ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് ചെയ്യാം. മാരത്തോണിൽ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിന്റെ കാര്യങ്ങളൊക്കെ. പോയിന്റ് അപ്പ് ചെയ്തോട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. വളരെ കാണാം. സന്തോഷം. താങ്ക് യു. താങ്ക് യു.